ഇനി C1/25 അതാണ് ഗ്രീഷ്മയുടെ ജയിലിലെ നമ്പർ. ഷാരോൺ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് അട്ടക്കുളങ്ങര ജയിലിലെത്തിയ ഗ്രീഷ്മയ്ക്ക് 1-ാം നമ്പർ തന്നെ. 2025 ശിക്ഷിക്കപ്പെട്ട് വനിതാ ജയിലിലെത്തുന്ന ആദ്യ പ്രതിയാണ് ഗ്രീഷ്മ. കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട 39 പേരെയാണ് വനിതാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. C39/24 അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ അവസാന നമ്പർ. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം 11-ാം നമ്പർ സെല്ലിലാണ് ഇപ്പോൾ ഗ്രീഷ്മ. 4 പേരാണ് ആ സെല്ലിലുള്ളത്. മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ ഒറ്റയ്ക്കൊരു സെല്ലിൽ പാർപ്പിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകി വിധി ഇളവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. രാഷ്ട്രപതിക്ക് ദയാഹർജി പോലും നൽകാനുള്ള അവസരമുണ്ട്. രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയതിനു ശേഷം മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ട സെല്ലിൽ അടയ്ക്കൂ. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ഇവർക്ക് സെല്ലുകളിൽ ലഭിക്കും. എന്നാൽ കൂടുതൽ നിരീക്ഷണം ഇവർക്ക് മേൽ ഏർപ്പെടുത്തും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ജാമ്യമോ പരോളോ ലഭിക്കില്ല. ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് ഈ കേസ് പരിഗണിക്കും. കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയപ്പോഴാണ് ജാമ്യം റദ്ദാക്കി ഗ്രീഷ്മയെ വീണ്ടും ജയിലിലെത്തിച്ചത്. നേരത്തെ റിമാൻഡ് തടവുകാർക്കൊപ്പമായിരുന്നു ഗ്രീഷ്മയെ പാർപ്പിച്ചിരുന്നത്. ചൊവ്വാഴ്ച ജയിൽ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങി. 1/25 എന്നത് കൺവിക്ട് നമ്പർ. ജയിൽ വസ്ത്രമേ ഇനി ഗ്രീഷ്മ ധരിക്കാൻ കഴിയൂ. ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും. ഭക്ഷണപുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ഗ്രീഷ്മയ്ക്ക് ജോലി. അഭിഭാഷകരോ മറ്റുള്ളവരോ ആരും തന്നെ ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ ജയിലിലെത്തിയില്ല. ഗ്രീഷ്മ മുഴുവൻ സമയവും സെല്ലിൽ തന്നെ കഴിഞ്ഞുകൂടി. ഗ്രീഷ്മയ്ക്ക് അടിവസ്ത്രങ്ങൾ ഒരു ബന്ധു എത്തിച്ചു കൊടുത്തുവെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3-ാമത്തെ വനിതയാണ് ഗ്രീഷ്മ. കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ബിനിതകുമാരി, വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിലെ പ്രതി കോവളം സ്വദേശി റഫീഖ ബീവി എന്നിവരാണ് മറ്റു 2 പേർ. ബിനിതകുമാരിയുടെ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി കുറച്ചിരുന്നു. ഇരുവരും അട്ടകുളങ്ങര വനിതാ ജയിലിലാണ്. ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ സെല്ലും. വധശിക്ഷയായതുകൊണ്ട് ഒരു കാരണവശാലും പരോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ നൽകണം. സെല്ലിലിരുന്ന് ഗ്രീഷ്മ ചിത്രം വരച്ചാണ് സമയം നീക്കുന്നതെന്ന് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നു. അട്ടകുളങ്ങര വനിതാ ജയിലിലെ സെല്ലിൽ ഗ്രീഷ്മ കഴിയുമ്പോൾ പുറത്ത് വിചിത്ര കാഴ്ചകൾ. കഷായത്തിൽ വിഷം കലർത്തി പാറശാല സ്വദേശി ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി AM ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ ഇന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും പാലഭിഷേകം നടത്തിയുമാണ് ഇപ്പോൾ മെൻസ് അസോസിയേഷൻ ഇത് വലിയ ആഘോഷമാക്കിയിരിക്കുന്നത്. മെൻസ് അസോസിയേഷന്റെ ഹീറോ രാഹുൽ ഈശ്വറാണ് ഉദ്ഘാടകൻ. ഇതിനെതിരെ വധശിക്ഷയ്ക്കെതിരെ പ്രസ്താവന നടത്തിയ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് നിരീക്ഷിച്ച് AM ബഷീറായിരുന്നു ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. വിവിധ വകുപ്പുകളിലായി ഗ്രീഷ്മയ്ക്ക് 3.5 ലക്ഷം രൂപ പിഴയും ചുമത്തി. തുക ഷാരൂണിന്റെ മാതാപിതാക്കൾക്ക് നൽകണം. 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരന് 3 വർഷം തടവ്. അട്ടകുളങ്ങര വനിതാ ജയിൽ ഗ്രീഷ്മയ്ക്ക് സുപരിചിതമായ ഇടമാണ്. റിമാൻഡ് തടവുകാരിയായി അവൾ 1.5 വർഷക്കാലം കഴിഞ്ഞ സ്ഥലം. ജയിലിലെ ആദ്യ 4 ദിവസം കർശനമായ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും അവിടെ ഗ്രീഷ്മ കഴിയുന്നത്. സെൻട്രൽ ജയിലിലെ വനിതാ സെല്ലിൽ കൂടുതൽ തടവുകാരെ ഉൾക്കൊള്ളാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അട്ടകുളങ്ങര ജയിലിലേക്ക് ഗ്രീഷ്മയെ മാറ്റിയത്. ജയിലിലെ മറ്റ് തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുക. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ട് കാര്യങ്ങൾ വിസ്തരിച്ചിരുന്നു. എന്നിട്ടും ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് എവിടെയാണ് പിഴച്ചത്? കമാൽ പാഷയെ കേരളം എടുത്തിട്ടൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ഇളവ് ലഭിച്ചേക്കും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പൊതുവെ കേരളം സ്വീകരിക്കും. എന്നാൽ ഷാരൂൺ രാജിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന വിചിത്ര പ്രസ്താവനകളാണ് ജസ്റ്റിസ് കമാൽ പാഷ തുടർച്ചയായി നടത്തിയത്. പൊതുചിന്താധാരയ്ക്കെതിരായ അഭിപ്രായമാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇവിടെ പ്രകടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാനായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ജസ്റ്റിസ് ബി കമാൽ പാഷയെ ഇപ്പോൾ പൊതുജനം എടുത്തിട്ടൊടുക്കുന്നു. ഏറിലെന്ന് പറഞ്ഞാൽ കട്ട ഏറിലാണിപ്പോൾ കമാൽ പാഷ. ഷാരൂൺ വധക്കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ല എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ ആവർത്തിച്ചു പറയുന്നത്. ഇവിടെ പ്രതി അവളായതുകൊണ്ടാണ് പ്രശ്നമെന്നും കമാൽ പാഷ ഇക്കഴിഞ്ഞ ദിവസം ചാനൽ അഭിമുഖങ്ങളിൽ തുറന്നടിച്ചിരുന്നു. ഈ വിഷയത്തെ ആളുകൾ അതിവൈകാരികമായി കണ്ടുവെന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്.
2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടു? ഇതൊക്കെ സമൂഹം ചിന്തിക്കുന്നുണ്ടോ? പ്രണയം നിരസിച്ചതും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്? ആൺപിള്ളേർ പ്രണയം നടിച്ചു ചെല്ലും, പെൺകുട്ടി താല്പര്യമില്ല എന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്നും കമാൽ പാഷ തുറന്നടിച്ചു. പ്രണയം നിഷേധിച്ചതിന് ഒരുത്തൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങിക്കൊണ്ടുവന്ന് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നത് എന്ന് കമാൽ പാഷ പറയുന്നു. ഇവിടെ പ്രതി പെൺകുട്ടിയായപ്പോൾ അത് സമൂഹത്തിന് സഹിക്കുന്നില്ല. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നുവെന്നല്ല. ഒരേതരം കുറ്റങ്ങളെ 2 കണ്ണുകൊണ്ട് കാണരുത് എന്ന് കമാൽ പാഷ പറയുന്നു. അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത്. പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് ഇപ്പോൾ സമൂഹം കാണുന്നത്. പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ്, അത് പരിഗണിക്കണം. മനമാറ്റത്തിനും നല്ല നടപ്പിനുമൊക്കെ സാധ്യതയുണ്ട് എന്ന് വധശിക്ഷ വിധിക്കും മുൻപ് പരിഗണിക്കണമായിരുന്നു. കൊലപ്പെടുത്താനൊരുക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് കോടതി വിധിയിൽ പറയുന്നു. അവൻ ഒരാളെ മാത്രമല്ലേ അവൾ ലക്ഷ്യമിട്ടുള്ളൂ. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകളാണ് കോടതി വിധിന്യായത്തിൽ ഉയർത്തിക്കാട്ടിയത്. എന്നിട്ടും ഇതൊന്നും ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് ദഹിക്കുന്നില്ല. പെട്രോൾ ഒഴിച്ചു കൊന്നു, തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു, ആൺകുട്ടികൾ പെൺകുട്ടികളെ നിർദ്ദയം കൊലപ്പെടുത്തുന്നു എന്നതാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ ആരോപണം. എന്നാൽ ഇവിടെ ഗ്രീഷ്മയെന്ന ആ ക്രൂര പെൺകുട്ടി ചെയ്തത് എന്താണ് എന്ന് കമാൽ പാഷ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു യുവാവിനെ പ്രണയം നടിച്ച് അവനെ വശീകരിച്ച് വിവാഹം ചെയ്യുന്നതായി അഭിനയിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിനായി അവനെ വിളിപ്പിച്ചു വരുത്തി ചതിച്ച് കഷായത്തിൽ വിഷം കലർത്തി അവന് കൊടുത്ത് കൊന്നുകളഞ്ഞ ക്രൂര സംഭവം. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് കേരളം വിശ്വസിക്കുന്നു. 11 ദിവസം അവൻ അനുഭവിച്ച നരകയാതന, ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചതെന്ന് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആ വിധി പോലും ഗ്രീഷ്മ കേട്ടുനിന്നത് നിർവികാരമായി. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ അവളുടെ പൈശാചിക മനസ്സ് ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. 1 വർഷത്തോളം അവൾ ഒരുക്കിയ ആസൂത്രണങ്ങളും പദ്ധതികളും ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളായി അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നത് എന്തുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷ കാണുന്നില്ല? ഗ്രീഷ്മയുടെ ഫോൺ അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ കൊലപാതകത്തിന് മുന്നോടിയായി നടത്തിയ ഗവേഷണത്തിന്റെ ചരിത്രം പൂർണ്ണമായി പോലീസിന് മുന്നിൽ ചുരുൾ നിവർന്നത്. തുടക്കം മുതൽ ഷാരോണിനെ വിഷം നൽകി കൊലപ്പെടുത്താനുള്ള ഗ്രീഷ്മയുടെ പദ്ധതി അവിടെ പൊളിഞ്ഞു. മെല്ലെ മെല്ലെ വിഷം നൽകി ആരുമറിയാതെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള അന്വേഷണങ്ങളായിരുന്നു ഗ്രീഷ്മ നടത്തിയത്. ആദ്യം അവൾ വേദന സംഹാര ഗുളികകൾ വലിയ അളവിൽ നൽകി അവനെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തി. പിന്നീട് അമിതമായ അളവിൽ പാരാസെറ്റാമോളും ഡോളോയുമൊക്കെ പൊടിച്ച് ജ്യൂസിൽ കലർത്തി അവന് നൽകി അവനെ കൊലപ്പെടുത്താനുള്ള 2ാം വട്ട ശ്രമം. കോളേജിലെ ശുചിമുറിയിൽ നിന്ന് വെള്ളമെടുത്ത് ഗുളികകൾ പൊടിച്ച് കലക്കി ഒരു കുപ്പിയിൽ സൂക്ഷിച്ചതിന് ശേഷം ഷാരോണിനെ പ്രലോഭിപ്പിച്ച് അവൾ വിളിച്ചു വരുത്തി. തിരുവിതാംകോട് അരപ്പള്ളിക്ക് സമീപത്തെ കടയിൽ നിന്ന് 2 കുപ്പി ജ്യൂസ് വാങ്ങിയതിനു ശേഷം ഷാരോണിന്റെ കോളേജിലേക്ക് അവർ ഇരുവരും പോയി. കോളേജ് റിസപ്ഷന് സമീപത്തെ ശുചിമുറിയിൽ പോയി ഒരു ജ്യൂസ് ബോട്ടിലിൽ ഗുളിക മിശ്രിതം കലർത്തി. പുറത്തിറങ്ങി സമൂഹ മാധ്യമങ്ങളിൽ അക്കാലത്ത് വൈറലായിരുന്ന ജ്യൂസ് ചലഞ്ച് നടത്തി. 1 കുപ്പി ജ്യൂസ് ഒറ്റയടിക്ക് കുടിക്കുന്നതായിരുന്നു ഈ ചലഞ്ച്. ഗുളിക കലക്കിയ ജ്യൂസ് ഷാരോൺ കുടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കയ്പ് കാരണം അവൻ തുപ്പി. പഴകിയ ജ്യൂസ് ആയിരിക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ അവൻ ആ ജ്യൂസ് തിരികെ വാങ്ങിയത്. ആ പദ്ധതി പൊളിഞ്ഞിട്ടും ഗ്രീഷ്മ അടങ്ങിയിരുന്നില്ല. വീണ്ടും അടുത്ത ഘട്ടം ഗൂഗിളിൽ പരതി. വിഷഗവേഷണം തന്നെയാണ് അവൾ നടത്തിയത്. ഒരു പ്രത്യേകതരം രാസവസ്തു ശരീരത്തിലെത്തിയാൽ ആന്തരികാവയവങ്ങൾ തകരുകയും സാവധാനം മരിക്കുകയും ചെയ്യുമെന്ന് അവൾ മനസ്സിലാക്കി. ആ രാസവസ്തു അടങ്ങിയ കീടനാശിനികൾ എന്തൊക്കെയാണ്, എവിടെ നിന്ന് സംഘടിപ്പിക്കണമെന്നൊക്കെ അവൾ പഠിച്ചെടുത്തു. ഈ കീടനാശിനിയുടെ തീവ്രരുചി അറിയാതെ എങ്ങനെ ഷാരോണിനെ കൊണ്ട് ഇത് കുടിപ്പിക്കണമെന്ന് വരെ അവൾ കൃത്യമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു. അതിനവൾ ഉപയോഗിച്ചത് ഗ്രീഷ്മയുടെ അമ്മ പൂവാറിലെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് വാങ്ങിയ കഷായക്കൂട്ട്. ചൂടാക്കിയ വെള്ളം ചേർത്ത് കഷായപ്പൊടി തിളപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ചെടുത്ത് കളനാശിനി കലർത്തി കുപ്പിയിലാക്കി വെച്ചു. കുറച്ച് കഷായം വിഷം ചേർക്കാതെ മാറ്റിവെച്ചു. ഇത്ര ക്രൂരമായ ഒരാളെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ വധശിക്ഷ അർഹിക്കുന്നുവെന്നാണ് കേരളം പറയുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉയരുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ രാഹുൽ ഈശ്വറിനെ മുൻനിർത്തി കമാൽ പാഷയ്ക്ക് നേരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നതും അതുകൊണ്ട് തന്നെ. കോടതി പറഞ്ഞ ആ വാക്കുകൾ, സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ച പൈശാചിക മനസ്സ്. അവൾ ക്രൂരയെന്ന് മാത്രമല്ല, പിശാചിൻ്റെ മനസ്സാണ് അവൾക്ക് വധശിക്ഷ യോജിക്കുന്നത് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.